യേശുവും നമ്മുടെ സകലതും യേശു ആയിരിക്കാൻ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം എപ്പോഴും ഉറപ്പാക്കിയാൽ മതി, യേശു എൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യേശുവിന് കൂടെ വരാതിരിക്കത്തക്കവണ്ണമുള്ള പ്രവൃത്തികൾ നമ്മെ അലട്ടുമ്പോൾ, നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാനിയേൽ ബാബേൽ സംസ്ഥാനത്തിൽ തൻ്റെ സമീപത്ത് ആരും തന്നെ സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ ചക്രവർത്തിയും മന്ത്രിമാരും മഹത്തുക്കളും എല്ലാം തനിക്കെതിരായിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കിയില്ല. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് 30 ദിവസത്തേക്ക് നെബൂഖദ്നേസർ ചക്രവർത്തിയോടല്ലാതെ വേറെ ആരോടും ഒരു മനുഷ്യനും ബാബേൽ രാജ്യത്ത് ബാബിലോണിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല നിയമവും ഡിഗ്രിയും എഴുതി പ്രസിദ്ധപ്പെടുത്തി. പക്ഷേ ദാനിയേൽ കോംപ്രമൈസ് ചെയ്തില്ല. താൻ ദിവസം ചെയ്തു വന്നതുപോലെ 3 നേരം കുറച്ചില്ല, മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. തീർന്നില്ല. അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ടു. ആര് കണ്ടാലും എനിക്ക് വിഷയമല്ല, എൻ്റെ ദൈവം എനിക്ക് വലുതാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് നന്മ മാത്രമേ, വേറെ ഒന്നും എനിക്കില്ലെന്ന്, വേറെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവൻ സിംഹക്കുഴിയിൽ കിടന്നാലും, കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞാലും, തീച്ചുളയിൽ വീണാലും, തീച്ചുളയിൽ വീഴുമെന്ന് പറഞ്ഞാലും അവൻ്റെ ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നത്തെ സങ്കീർത്തനം 63-ാം സങ്കീർത്തനം, ദൈവത്തിന് സ്തോത്രം, നമ്മൾ വായിക്കുമ്പോൾ ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. യഹൂദ്യ മരുഭൂമിയിൽ അവൻ ഇരിക്കും കാലത്ത് ചമച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ സങ്കീർത്തനം എഴുതാൻ പറ്റുമോ? കഷ്ടത്തിലിരിക്കുമ്പോൾ, പ്രയാസത്തിലിരിക്കുമ്പോൾ, പ്രതികൂലത്തിലിരിക്കുമ്പോൾ സങ്കീർത്തനം എഴുതാൻ പറ്റുമോ? ആരോഗ്യമുള്ളപ്പോൾ, സന്തോഷമുള്ളപ്പോൾ, സമാധാനമുള്ളപ്പോൾ, ഐശ്വര്യമുള്ളപ്പം, ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം എല്ലാം ഉള്ള സമയത്ത് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും ഒക്കെ ഒരു രസമാണ്. പ്രൈസ് ഗോഡ്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടാലും, പ്രൈസ് ഗോഡ്, സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാലും, ദുഃഖത്തിൽ ആഴ്ന്നു പോയാലും ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുമോ? പ്രൈസ് ഗോഡ്. സാധിക്കുമെന്ന് 63-ാം സങ്കീർത്തനം എഴുതിയ ദാവീദ് നമ്മുടെ ജീവിതത്തിൽ ഉറക്കെ വിളിച്ചു പറയുന്നു. പ്രൈസ് ഗോഡ്. പിന്നെ ഇന്ന് ഈ സങ്കീർത്തനം ചിന്തിക്കുമ്പം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ എത്തിച്ചേരേണ്ട ഒരു കൺക്ലൂഷൻ എന്താണെന്നറിയാമോ? അതാണ് ഇന്ന് നമ്മൾ ആദ്യം പാടിയ പാട്ട്, 34-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഈ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഈ സങ്കീർത്തനം നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ സാധിക്കണം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി വല്ലപ്പോഴുമെന്നല്ല എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. പ്രൈസ് ഗോഡ്. ഞായറാഴ്ച ഇവിടെ വന്ന് അല്പസമയം ദൈവത്തെ സ്തുതിച്ച് മടങ്ങിപ്പോയാൽ മാത്രം പോരാ, ഈ ആഴ്ച മുഴുവൻ വീണ്ടും ദൈവസന്നിധിയിൽ വരുന്നത് വരെ എപ്പോഴും അവൻ്റെ സ്തുതി എൻ്റെ നാവിന്മേലിരിക്കും. ഈ തീരുമാനത്തോടെ വേണം നമ്മളിൽ നിന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ ചിന്ത കഴിയുമ്പോൾ മടങ്ങിപ്പോകാൻ. പ്രൈസ് ഗോഡ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വചനം ഉപകാരമായി വരൂ. ഈ വചനം നമ്മെ ചില തീരുമാനങ്ങളിലേക്ക് നടത്തണം. ഇന്നത്തെ പ്രസംഗം മാത്രമല്ല, നിങ്ങൾ എവിടെയെല്ലാം ദൈവവചനം കേൾക്കാനിടയാകുന്നുവോ അവിടെ അത് നിങ്ങളെ ചില തീരുമാനത്തിലേക്ക് നടത്തണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഇന്ന് എനിക്ക് വഴികാട്ടുന്ന ഒരു ആലോചന തരുമാറാകണമേ. ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ഇവിടെ വന്നു. പക്ഷെ ഇന്ന് ഞാൻ എന്ത് സ്റ്റെപ്പ് എടുക്കണമെന്ന് വചനത്തിൽ കൂടെ എനിക്കൊരു ആലോചന തരുമാറാകണമേ. പ്രൈസ് ഗോഡ്. ഇത് പ്രാർത്ഥിക്കുമ്പം നമ്മൾ മനസ്സിലാക്കണം, ദാവീദ് പറഞ്ഞു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചന നീ എന്നെ നടത്തും,
പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ദൈവത്തിൻ്റെ ആലോചനയിൽ നമ്മളെ നടത്തുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്കാണ്. പ്രൈസ് ഗോഡ്. മഹത്വമുള്ള അനുഭവങ്ങളിലേക്കാണ്. അപ്പം അതുകൊണ്ട് ഒരു ചെറിയ ധാരണ നമുക്കുണ്ടാകണം. ഇന്ന് വചനം ഞാൻ കേൾക്കുന്നത് എൻ്റെ അനുഭവത്തിന്, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നൊരു വചനമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ അനുഭവമായി മാറുന്നത് കാണാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദാവീദ് യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചത് 63-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യം വായിക്കുമ്പോൾ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ എഴുതാൻ സാധിക്കുമോ? വായിച്ചേ. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ഏർലി ഇൻ ദ മോർണിംഗ് ഐ വിൽ സീക്ക് thee, I will search thee. പ്രൈസ് ഗോഡ്. മരുഭൂമിയിലായാലും എവിടെയായാലും ദാവീദിന് പ്രൈസ് ഗോഡ് പറയാനുള്ളത് ഞാൻ നിന്നെ അന്വേഷിക്കും. ഈ സങ്കീർത്തനം മുഴുവനും നമ്മൾ വായിച്ചാൽ ഇതുപോലെ 5 തീരുമാനങ്ങൾ ദാവീദ് എടുത്തു. എവിടെ വെച്ചെടുത്തു? മരുഭൂമിയിൽ വെച്ചെടുത്തു. കാരണം എന്നറിയാമോ? ദാവീദിന്റെ ചുറ്റും മരുഭൂമിയാണ്. നോക്കത്താത്ത ദൂരത്തിൽ കിടക്കുന്ന മരുഭൂമിയാണ്. പക്ഷേ ആമേൻ, അവന് ചുറ്റും മരുഭൂമി ഉണ്ടെങ്കിലും അവന്റെ അകത്ത് മരുഭൂമിയില്ല. പ്രൈസ് ഗോഡ്. സാഹചര്യങ്ങൾ നിനക്കെതിരായി ചുറ്റും നിൽക്കട്ടെ, മരുഭൂമിയുടെ അനുഭവം ചുറ്റും നിൽക്കട്ടെ, പക്ഷെ അകത്ത് മരുഭൂമി ഇല്ലാത്തിടത്തോളം കാലം പറയാൻ സാധിക്കും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, ഈ മരുഭൂമിയിലും അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ഇത് ബോധമില്ലാത്തൊരു വിളിച്ചു പറച്ചിലല്ല. അടുത്ത 2 വാക്കുകൾ വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത്, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ചുറ്റും മരുഭൂമിയാണെങ്കിലും അകത്ത് വേറൊരു അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ചുറ്റുപാട് നടക്കുന്നത് നമ്മളെ ഒരു പരിധി കൂടി സ്വാധീനിക്കരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. ചുറ്റും കാണുന്നത് കണ്ടിട്ട് ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ തളർന്ന് നമ്മുടെ പ്രത്യാശ പോയി, വിശ്വാസം പോയി, തകർന്നു പോകാൻ ഇടയാകാതിരിക്കണമെങ്കിൽ ചുറ്റുപാട് നടക്കുന്നതിന് വിപരീതമായ ഒരു പ്രത്യാശയുടെ ചിന്ത ഹൃദയത്തിനകത്തുകൂടെ പോകണം. ആമേൻ. അപ്പം ദാവീദ് ഇവിടെ 5 തീരുമാനങ്ങൾ എടുക്കുമ്പം ഈ ഓരോ തീരുമാനത്തിൻ്റെ പുറകിൽ അവൻ്റെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന ചില ചിന്തകളുണ്ട്. നമ്മുടെ ഉള്ളിൽ കൂടെ അതുപോലെ കടന്നു പോകണം. എല്ലാത്തിനും ഒരു കൗണ്ടർ നമ്മുടെ ഉള്ളത്തൂടെ കടന്നു പോകണം. ഒരു അനുഭവം വരുമ്പോൾ അതിനോട് കൂടെ പോവുകയല്ല, അതിനെതിരായി നീന്തത്തക്ക വണ്ണമുള്ള ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകണം. അതെങ്ങനെ സാധിക്കും? ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയവും പൂർണ്ണമായ വിശ്വാസവും കൊണ്ടേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ദൈവവചനം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായി ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കാൻ പോകുകയാണ്, എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കാൻ പോകുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മീതെ നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട യേശുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ഈ ഒരു തീരുമാനത്തിൽ ആദ്യമേ നമ്മൾ അങ്ങ് തുടങ്ങണം. കഷ്ടം ശരിയാണ്, ദുഃഖം ശരിയാണ്, നഷ്ടങ്ങൾ ശരിയാണ്, വേദനകൾ ശരിയാണ്, രോഗങ്ങൾ ശരിയാണ്. പക്ഷേ പ്രൈസ് ഗോഡ്, വേറെ എവിടെ പോയാലും രക്ഷ കിട്ടിയില്ലെങ്കിലും എനിക്ക് ഭാരമില്ല. ഇന്ന് പകല് എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുവന്റെ പാദപീഠത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ പാടി, തന്നിൽ മാത്രം നോക്കിടുന്നവർ ശോഭിതരായി തീരും, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അതുകൊണ്ട് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ജീവനുള്ള യേശുവിൽ ആശ്രയിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് ചിന്തിച്ച് ഏത് വിഷയവും കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്നാലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, അതിന് യേശുവിൻ്റെ പക്കൽ പരിഹാരം ഉണ്ടെന്ന് ഇന്ന് പകൽ വിശ്വാസമുണ്ടെങ്കിൽ ആ പരിഹാരവും കൊണ്ട് നമ്മൾ മടങ്ങിപ്പോകും.
എന്നെ പലപ്പോഴും സന്തോഷിപ്പിച്ചിട്ടുള്ള, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള കാര്യമാണ്, യേശുവിൻ്റെ അടുക്കൽ 12 വർഷമായ വിഷയത്തിനും പരിഹാരമുണ്ട്. പ്രൈസ് ഗോഡ്. 18 വർഷമായ വിഷയത്തിനും പരിഹാരമുണ്ട്. 38 വർഷമായ വിഷയത്തിനും പരിഹാരമുണ്ട്. പഴക്കം വിഷയമല്ല. എത്ര കാലങ്ങൾ പഴക്കമുള്ള വിഷയമായാലും ഇന്ന് പകൽ ആരാധനയുടെ മധ്യേ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നീ അത് ഏൽപ്പിച്ച് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പഴക്കമുള്ള വിഷയത്തിന് പരിഹാരം തരുവാൻ യേശുവിൻ്റെ നാമത്തിനും വചനത്തിനും ആരാധനയ്ക്കും ശക്തിയുണ്ട്. അവന്റെ സാന്നിധ്യത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകല് എത്ര പഴക്കമുള്ള വിഷയവുമായി വന്നിട്ടുണ്ടെങ്കിലും കർത്താവേ, നീ സൗഖ്യം കൊടുക്കണമേ, നീ വിടുതൽ കൊടുക്കണമേ, നീ അനുഗ്രഹം അയക്കണമേ. ആമേൻ. ഈ പ്രശ്നവും പഴക്കവും തമ്മിൽ ഇച്ചിരി ബന്ധമുണ്ട്. ഹല്ലേലൂയ. വലിയ പ്രശ്നമാണെങ്കിലും പഴക്കം വരുന്നതനുസരിച്ച് അതിനെ ശക്തി കൂടും. ദൈവത്തിന് സ്തോത്രം. ഒരു ചുമയായാൽ മതി. ഒരു ദിവസം ചുമച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, മാറിക്കോളൂ എന്ന് പറയും. 2 ദിവസം ചുമച്ചാൽ പറയും ഡോക്ടറെ കാണണമെന്ന് പറയും. 3-ാം ദിവസം ചുമച്ചാൽ പറയും ഈ ഡോക്ടർ പോലെ വേറെ ഡോക്ടറെ കാണണമെന്ന് പറയും. 1 വർഷം ചുമച്ചാൽ പറയും ഇവൻ്റെ കാര്യം പോക്കാന്ന് പറയും. ചുമയാണ്. ഹല്ലേലൂയ. അപ്പം പ്രശ്നം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അത് നീണ്ടു പോകുന്നതനുസരിച്ച് ചെറിയ പ്രശ്നമായാൽ പോലും അതിന് വലിപ്പം വയ്ക്കും. മാത്രമല്ല അത് നീണ്ടു പോകുന്നതനുസരിച്ച് പ്രശ്നം വലുതായി വരും. ആമേൻ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം പോലും വലുതാക്കാൻ സമയത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇനി വലിയ പ്രശ്നമായാലോ അതിനും സമയം നീണ്ടുപോകുന്നതനുസരിച്ച് വലിപ്പം വയ്ക്കും. സമയവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടാണ് നമ്മുടെ പ്രോബ്ലം കിടക്കുന്നത്. ഹല്ലേലൂയ. യേശു പ്രൈസ് ഗോഡ് പള്ളിപ്രമാണി യായിറോസിന്റെ വീട്ടിൽ ചെന്നു. ബാല ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല. ശരിയാന്ന് ആൾക്ക് സംശയമായി. ദൈവം അധികം നേരമായിട്ടില്ല, മരിച്ചിട്ട് ഉറങ്ങുകയായിരിക്കും. പ്രൈസ് ഗോഡ്. ജനം പറഞ്ഞതാണ്. പക്ഷെ യേശു പറഞ്ഞു മരിച്ചിട്ടില്ല, ഉറങ്ങുകയായിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ്. അതിനു മുമ്പ് ജനം പറഞ്ഞു നിന്റെ മകൾ മരിച്ചുപോയി. യേശു പറഞ്ഞു മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടോ അതുകൊണ്ട് എഴുന്നേറ്റ് വരുന്നു. അവൾക്ക് 12 വയസ്സുള്ളവളായിരുന്നു. അവൾ എഴുന്നേറ്റ് വരുന്നു. തലീഥ കൂമി, ഒറ്റ വാക്കേ പറഞ്ഞവൾ എഴുന്നേറ്റ് വരുന്നു. ജനത്തിന് പ്രൈസ് ഗോഡ് ഒരു കാര്യം മനസ്സിലായി, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയായിരുന്നു. നിന്റെ ഡെഫിനിഷൻ തിരുത്താൻ യേശുവിന്റെ വചനത്തിന് ശക്തിയുണ്ട്. തലീഥ കൂമി എന്ന ഒറ്റ വാക്ക് ഉച്ചരിച്ചതേ ഉള്ളൂ. മരിച്ചെന്ന് പറഞ്ഞതിനെ ഉറക്കമാക്കി മാറ്റി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളത്തിൽ ക്രിയ ചെയ്യുമ്പോൾ നീ എഴുതി തള്ളിയ വിഷയങ്ങൾ അത് താൽക്കാലികമാണെന്ന് മാറ്റാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. അല്ലേ? ജനം പറഞ്ഞു ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ബാല മരിച്ചുപോയി. പക്ഷെ തലീഥ കൂമി എന്ന ഒരൊറ്റ വാചകം, 2 വാക്ക്, തലീഥ കൂമി, ബാലെ എഴുന്നേൽക്ക എന്ന 2 വാക്ക് യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട നിമിഷത്തിൽ മരിച്ചെന്ന് പറഞ്ഞത് ഉറക്കമായി മാറി എഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം കേൾക്കുന്ന 2 വാക്കല്ല, ഒരുപാട് വാക്കുകൾ, യേശുവിന്റെ വചനത്തിന്റെ ഒരുപാട് വാക്കുകൾ കേൾക്കുമ്പോൾ അതിനകത്ത് നിന്ന് വെറും 2 വാക്ക് മതി. നീ മരിച്ചെന്ന് പറഞ്ഞത് ഒരു ഉറക്കമായി മാറുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുതി തള്ളിയ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവകൃപ, ഇനി രക്ഷയിൽ എന്ന് പറയുന്ന സ്ഥാനത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവകൃപ, ഒരിക്കലും തിരികെ വരത്തിൽ എന്ന് പറയുന്ന സ്ഥാനത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവകൃപ ഇന്ന് പകൽ വ്യാപരിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നിന്റെ ഡെഫിനിഷൻസ് തിരുത്തി എഴുതും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ ഇന്ന് നമ്മുടെ ചിന്താഗതികൾ തിരുത്തി എഴുതും, കാഴ്ചപ്പാടുകൾ തിരുത്തി എഴുതും, ബുദ്ധിയിൽ കണ്ടത് തിരുത്തി എഴുതും, കണ്ണുകൊണ്ട് കണ്ടത് തിരുത്തി എഴുതും. ചത്ത് മരിച്ച് കിടത്തിയിരിക്കുന്ന ബാല എഴുന്നേറ്റ് വരുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണിക്കത്തക്കവണ്ണം യേശുവിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് 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 ഇപ്പോൾ തന്നെ ചില വിഷയങ്ങൾ എഴുന്നേൽക്കട്ടെ, ചില വിഷയങ്ങൾ എഴുന്നേൽക്കട്ടെ, ചില വിഷയങ്ങൾ എഴുന്നേൽക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുന്നത് നിങ്ങളോടല്ല, എന്നോടാണ്. അറിയാമോ? കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു അടുത്ത ആഴ്ച മാറ്റം വരും. എത്ര പേര് കേട്ടു? പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി എന്നോട് പറഞ്ഞു ചില കാര്യങ്ങൾക്ക് വിഷമിക്കണ്ട, മാറ്റം വരും.
ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞായറാഴ്ച ഇവിടുന്ന് പറഞ്ഞിട്ട് പോയി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. 2 ദിവസം കഴിയുന്നതിന് മുമ്പ് എൻ്റെ വിഷയത്തിൻ്റെ മറുപടി എൻ്റെ കയ്യിൽ കിട്ടി. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയം, നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം, ദൈവത്തിന് സ്തോത്രം, ദൈവസന്നിധിയിൽ വെച്ച് എൻ്റെ വിഷയത്തിന് മാറ്റം വരും, അവസ്ഥയ്ക്ക് മാറ്റം വരും. അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന യേശുവിനാണ് ഞാൻ ആരാധിക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയാൽ ദൈവത്തിന് സ്തോത്രം, തിങ്കൾ ചൊവ്വ 2 ദിവസത്തിനകം നിന്റെ വിഷയത്തിന് മാറ്റം വരുത്താൻ കഴിയും. യേശുവിന്റെ 2 വാക്കുകൊണ്ട് നിന്റെ വിഷയത്തിന് 2 ദിവസത്തിനകം മാറ്റം വരുത്താൻ കഴിയും. കർത്താവം ദൈവമേ, ചില വിഷയങ്ങൾക്ക് മാറ്റം വരുത്തത്തക്കൊണ്ട് ദൈവകൃപ വ്യാപരിക്കണമേ. പ്രൈസ് ഗോഡ്. അപ്പോ മരിച്ചെന്ന് പറഞ്ഞതിന്റെ തിരുത്തി എഴുതി, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. പ്രൈസ് ഗോഡ്. ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. തെളിഞ്ഞു. യേശു പറഞ്ഞതാണ് ശരി, നാട്ടുകാർ പറഞ്ഞത് ശരിയല്ല. മനസ്സിലായോ? നിങ്ങൾ ഭാഗം പറയാൻ എടുക്കണ്ട. മർക്കോസ് 5-ലാണ്. നാട്ടുകാർ പറഞ്ഞതല്ല ശരി, യേശു പറഞ്ഞതാണ് ശരിയെന്ന് തെളിഞ്ഞു. ഇനി കാലത്തിന്റെ പഴക്കത്തിന് ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. രണ്ടാമത് നമ്മൾ കാണുന്നു, നയീനിലെ വിധവയുടെ ഏകമകൻ മരിച്ച് ശിമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആളുകൾ പറഞ്ഞു കാണും, പ്രൈസ് ഗോഡ്, മരിച്ച ഒട്ടനെ ആയിരുന്നെങ്കിൽ യേശു വന്ന് രക്ഷപ്പെട്ടേനെ. ഇപ്പൊ ശിമിത്തേരിയിലേക്ക് കൊണ്ടുപോവുക, രക്ഷപ്പെടത്തില്ല. പക്ഷെ അവിടെ വച്ചും അവന്റെ കരം മഞ്ചം തൊട്ടാൽ, മഞ്ചത്തെ തൊട്ടാൽ മരിച്ചവൻ എഴുന്നേറ്റിരിക്കും. ഇന്ന് പകൽക്കാലം യേശു തൊടട്ടെ. നിന്റെ വിഷയത്തെ യേശു തൊടട്ടെ. നിന്റെ നഷ്ടത്തെ യേശു തൊടട്ടെ. നിന്റെ പ്രയാസങ്ങളെ യേശു തൊടട്ടെ. പ്രൈസ് ഗോഡ്, ആമേൻ. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ലൂക്കോസ് 7 മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചെന്ന്. യേശു അവനെ പിടിച്ച് അമ്മയുടെ കയ്യിലോട്ടും കൊടുത്തു. ഇന്ന് പകൽക്കാലം, പ്രൈസ് ഗോഡ്, ചിലതിനെ പിടിച്ച് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തതുപോലെ അവന് യൗവനക്കാരനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ജീവനുള്ളവനായി മാതാവിന്റെ കയ്യിലേക്ക് കൊടുത്തതുപോലെ എന്റെയും നിന്റെയും കയ്യിലോട്ട് യേശു ചിലത് ഏൽപ്പിക്കുന്ന ദിവസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതമേ, എഴുതിത്തള്ളിയ ജീവിതമേ, നഷ്ടങ്ങൾ അനുഭവിക്കുന്ന ജീവിതമേ, ഇനി നിനക്ക് രക്ഷയില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് എൻ്റെ യേശുവിന്റെ കരം തൊടാനിടയായാൽ വിടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഓ ലോർഡ്, let the hands of Jesus touch, let the hands of Jesus touch the problems. യേശുവിന്റെ നാമത്തിൽ മരിച്ചിട്ട് 4 ദിവസം വെച്ചു, കഴിഞ്ഞു. നാറ്റവും വെച്ചു, എല്ലാം താറുമാറായി. ഇനി ജീവിച്ചിട്ടും കാര്യമില്ല. പ്രൈസ് ഗോഡ്. എഴുന്നേറ്റിട്ട് ഈ നാറ്റം വെച്ചവൻ എഴുന്നേറ്റാ എന്തോന്ന് കൊള്ളാം. നിങ്ങൾ ആലോചിച്ച് നോക്കി. മാമൻ നയീനിലെ വിധവയെ എഴുന്നേൽപ്പിച്ചില്ലേ എന്ന് ചോദിച്ചാൽ പറയും, പ്രൈസ് ഗോഡ്, ഈ കണ്ടീഷനിൽ പുള്ളി എഴുന്നേറ്റ് വരാതിരിക്കുക നല്ലത്. പക്ഷെ ദൈവത്തിന് സ്തോത്രം, അവൻ എഴുന്നേൽപ്പിക്കുമ്പോൾ കണ്ടീഷൻ മാറും. അവൻ എല്ലാം ദ്രവിച്ച് ജീർണിച്ചിരിക്കുന്ന അനുഭവമാണെങ്കിലും, എല്ലാം നാറ്റം വച്ചിരിക്കുന്ന അനുഭവമാണെങ്കിലും, യേശു എഴുന്നേൽപ്പിച്ചാൽ 4 ദിവസം വിഷയമല്ല. വിഷയത്തിന്റെ അവൻ മറുപടി വരുമ്പോൾ അത് മനോഹരമായിരിക്കും. ബ്യൂട്ടിഫുൾ. അപ്പം 4-ാം ദിവസം, പ്രൈസ് ഗോഡ്, ഭയങ്കര പ്രത്യാശ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും, വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും, പുനരുത്ഥാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും മാർത്തയ്ക്ക് നന്നായിട്ട് അറിയാം ഈ 4 ദിവസം കഴിഞ്ഞു പോയി. സോ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രശ്നത്തെ അത് വലുതാക്കും. ഒരേ പ്രശ്നത്തിനെ അത് നമുക്ക് വലുതായി കാണിക്കും. എന്നാലും ഞാൻ പറയട്ടെ, നിന്റെ പ്രശ്നം എത്ര വലുതായാലും, എത്ര പഴക്കം ചെന്നതായാലും, ഒന്നല്ലെങ്കിൽ പറഞ്ഞു വിടുവിക്കും, അല്ലെങ്കിൽ തൊട്ട് വിടുവിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു വിടുവിക്കും. ആമേൻ. കല്ലറയ്ക്ക് മുമ്പിൽ നിന്നോട് യേശു സ്വർഗത്തേക്ക് കണ്ണുയർത്തി പിതാവിനോട് പറഞ്ഞു. എന്നിട്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇപ്രകാരം പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ഇന്ന് പകല് ചിലതിനെ പുറത്തു വരത്തക്കവണ്ണം യേശുവിന്റെ നാമത്തിൽ ആമേൻ, ചിലത് പുറത്തു വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലത് വെളിയിൽ വരണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം.
ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, സഭയിലുള്ളവരോട് പറയുകയാണ്, അതുപോലെ പുതുതായി ഇവിടെ വന്നിട്ടുള്ളവരോട് പറയുകയാണ്, നെവർ റൈറ്റ് ഓഫ് എനിത്തിങ്. ഒരു കാര്യവും ദൈവത്തിന് അസാധ്യമല്ലാത്തത് കൊണ്ട് ഒരു കാര്യവും എഴുതി തള്ളരുത്. ഇന്ന് യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ യേശുവിൻ്റെ സാന്നിധ്യത്തിങ്കിൽ നിന്റെ വിഷയം ഇട്ട് കൊടുക്കാമെങ്കിൽ നിനക്ക് എഴുതി തള്ളേണ്ടി വരത്തില്ല, റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരത്തില്ല. സ്വർഗത്തിലെ ദൈവം അതിനെ കൈകാര്യം ചെയ്യും. നശിച്ച് നാറാണക്കല്ല് പറഞ്ഞ വിഷയമായാലും, എല്ലാം തകർന്നെന്ന് തോന്നുന്ന വിഷയമായാലും, ഇനി പ്രത്യാശയില്ലെന്ന് തോന്നുന്ന വിഷയമായാലും, ഒരിക്കലും ശരിയാകത്തില്ലെന്ന് തോന്നുന്ന വിഷയമായാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പേര് ചൊല്ലി വിളിച്ചു വരുത്തി അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ കർത്താവേ, ചില വിഷയങ്ങൾക്ക് മാറ്റം വരണം കർത്താവേ, ചില വിഷയങ്ങൾക്ക് മാറ്റം വരണം, ചില വിഷയങ്ങൾക്ക് മാറ്റം വരണം, ചില വിഷയങ്ങൾക്ക് മാറ്റം വരണം. നടക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞ വിഷയങ്ങൾ, അവൻ ഉയർത്തത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ, ശരിയാകത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ മാറ്റം വരണം. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കുമോ? എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ശരിയാകത്തില്ല. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ രണ്ടുപേരുടെ അനുഭവത്തിൽ, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന്, വിവാഹത്തിന് ശേഷവും വിവാഹത്തിന് മുമ്പുമുള്ള അനുഭവത്തിൽ നിന്ന്, വ്യക്തിപരമായി യേശുവിനെ കണ്ട് മുട്ടിയ നാൾ മുതലുള്ള അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയാം. നടക്കത്തില്ലെന്ന് ശത്രു എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ചില വ്യക്തികൾ പറഞ്ഞത്, പിശാച് പറഞ്ഞത്, സമൂഹം പറഞ്ഞത്, അത്ഭുതകരമായി മനോഹരമായി ഒരു നടത്തിപ്പുകാരന്റെ കീഴിൽ യേശു നടത്തിയതാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം ആ നല്ല നടത്തിപ്പുകാരനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്നിവിടെ എഴുന്നള്ളി വന്നിട്ടുള്ളത് കൊണ്ട് യേശുവിന്റെ കാര്യം സാധിപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കാൻ മാത്രം സാധിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, നാട്ടുകാർ നടക്കത്തില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവരെഴുതി തള്ളിയത് കൊണ്ടാണ്. നാട്ടുകാർ നടക്കത്തില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? അവരുടെ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇനി നടക്കാൻ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ്. നാട്ടുകാർ നടക്കത്തില്ലെന്ന് പറയുന്നത് അവരുടെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ ഒന്നും നടക്കുന്നതായിട്ട് അവർ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ നീ എന്നാ പറയുന്നത്? ദൈവത്തിന് ചിലപ്പോൾ ചോദിക്കാനുണ്ട് ഇങ്ങനെയൊക്കെ. കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, മനുഷ്യർ ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന യേശുവിനെ കുറിച്ച് പറയുന്നു, മരിച്ചെന്ന് ഉയർത്തെഴുന്നേറ്റതാണെന്ന് പറയുന്നു, ചിലർ ഏലിയാവെന്ന് പറയുന്നു, പല പല കാര്യങ്ങൾ പറയുന്നു. പ്രൈസ് ഗോഡ്. ഇതെല്ലാം മൂളി കേട്ടിട്ട് യേശു ഒരു ചോദ്യം ചോദിച്ചു ശിഷ്യന്മാരോട്, നിങ്ങളെ നീ എന്നാ പറയുന്നു? നിന്റെ അന്തരംഗത്തിൽ ഇത് ശരിയാകുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ അന്തരംഗത്തിൽ, അന്തരാത്മാവിൽ ഇത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ അന്തരാത്മാവിൽ ഇത് ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ചോദ്യം കൂടി, ഇത് എന്തിന്റെ വെളിച്ചത്തിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തോന്നുന്നത്? വേറെ ഒരു അടിസ്ഥാനത്തിൽ തോന്നിയിട്ടും കാര്യമില്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തോന്നുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, that is going to be materialized. അത് അതുപോലെ നിറവേറും, അതുപോലെ നിറവേറും, അതുപോലെ നിറവേറും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രത്യാശയുടെ ഹൃദയങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിന്റെ, യേശുവിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ കടന്നു ചെല്ലട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ശത്രു നടക്കുകയില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞാലും, അല്ല നടക്കുമെന്ന് പറയത്തക്കവണ്ണം ഒരു പ്രത്യാശ ഞങ്ങളുടെ ഉള്ളിൽ വരണമേ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. മോശ മരുഭൂമിയിൽ കൂടെ ജനത്തെ നടത്തിക്കൊണ്ട് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അഗ്നിസർപ്പങ്ങൾ കടിച്ചു. അഗ്നിസർപ്പങ്ങൾ കടിയേറ്റവൻ താഴെ വീണ് പൊളഞ്ഞ് ചത്തുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മോശയോട് കർത്താവ് പറഞ്ഞു, നീ പെട്ടെന്ന് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്ത്, അതിനെ കടിയേറ്റവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും. പ്രൈസ് ഗോഡ്. പെട്ടെന്ന് മോശ തല്ലിക്കൂട്ടി ഉണ്ടാക്കി ഒരു കോലെ കുത്തി ഉയർത്തി അങ്ങോട്ട് വെച്ചു. പ്രൈസ് ഗോഡ്. പിന്നെ ഇസ്രായേൽ മക്കൾ ചെയ്യുന്ന പരിപാടി എന്നറിയാമോ? ആരെങ്കിലും മരിച്ചെന്ന് കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആരെങ്കിലും അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ്
മരിച്ച് താഴെ വീണാൽ അതിന് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയെന്നറിയാമോ? അന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി രക്ഷയില്ല, ഇവനെ കൊണ്ട് അടക്കിക്കോ, കുഴിച്ചിട്ടോ, പ്രൈസ് ഗോഡ്. എന്നാൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയിരിക്കുന്നത് മനസ്സിലായ നിമിഷം മുതൽ അവർ പറയുന്നതെന്ന് അറിയാമോ? വേഗം കൊണ്ടുചെല്ലടാ, വേഗം കൊണ്ടുചെല്ലടാ, വേഗം കൊണ്ടുചെല്ല്. കടിയേറ്റ മനുഷ്യൻ പിച്ചള സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഈ വിശ്വാസം വന്നപ്പോൾ പിന്നെ കുഴിച്ചിടാനല്ല പോയത്, ഇതും കൊണ്ട് പിച്ചള സർപ്പത്തിന്റെ അടുക്കിലേക്ക് ഓടി. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നിന്റെ വിഷയങ്ങൾ കുഴിച്ചിടാനല്ല, ഇതും കൊണ്ട് നേരെ യേശുവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുവാൻ ഇന്ന് പകൽക്കാലം സാധിക്കുന്നുവെങ്കിൽ, കടിയേറ്റവൻ നോക്കിയാൽ ജീവിക്കുമെന്ന വചനം നിലനിൽക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം അവൻ നഷ്ടപ്പെട്ടെന്ന് തോന്നിയതിനെ ജീവിപ്പിക്കാൻ മതിയായതാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, പോരുകൾ അഴിയട്ടെ. ആമേൻ. കഴിഞ്ഞ ആഴ്ച കൊട്ടാരക്കരയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ക്ഷീണിച്ച അവശനായ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ദൈവ സ്തോത്രം കേൾക്കാൻ കഴിയാത്ത, ആമേൻ, കേട്ടാൽ ഭയപ്പെടുന്നൊരു വിഷയം കേട്ടു. ക്യാൻസറാണ്. ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ബയോപ്സിയുടെ ടെസ്റ്റ് നടത്തി ക്യാൻസറാണെന്ന് കേട്ടു. ദൈവത്തെ സ്തോത്രം, ആമേൻ. ആമേൻ. ദൈവവചനം വായിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തിങ്കളാഴ്ച വായിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എടാ, കുഴപ്പമില്ലായകയല്ല, കുഴപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം ഏറ്റെടുക്കുമ്പോൾ, ദൈവവചനം വിശ്വസിക്കുമ്പോൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞെടുത്ത് കുഴപ്പം ഇല്ലെന്ന് പറയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീസസ്, 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 ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കുഴപ്പമുണ്ടെന്ന് പറയുന്ന വിഷയങ്ങളെ തിരുത്തി എഴുതുന്ന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. അവരുടെ മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ടത് തന്നെ ആദ്യം പറഞ്ഞത്, അവർ ടെസ്റ്റ് നടത്തി നോക്കിയിട്ട് തന്നെ ആദ്യം പറഞ്ഞത്, അവർ സ്ലൈഡിൽ കണ്ടത് തന്നെയാണ് ആദ്യം പറഞ്ഞത്, സംശയമില്ല. പക്ഷേ പ്രൈസ് ഗോഡ്, മൈക്രോസ്കോപ്പിന് മാറ്റമില്ല, പക്ഷെ അത് കാണുന്നിടത്തേക്കൊരു മാറ്റം വരുത്താൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. 1000 പ്രൈസ് ഗോഡ്, അവൻ ചികിത്സയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനത്തിന് ഇവൻ ഹല്ലേലൂയ പ്രൈസ് ഗോഡ്, കീമോതെറാപ്പിയേക്കാൾ റേഡിയേഷനേക്കാൾ ശക്തിയുള്ള ദൈവത്തിന്റെ വചനത്തിന് രോഗം ബാധിച്ച ഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുവാൻ, സൗഖ്യമാക്കാൻ കഴിയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവവചനം കേൾക്കുമ്പോൾ ഇത് വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. വിശ്വാസത്തോടെ ദൈവവചനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത്, ആ വിശ്വാസം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. ഇതാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ. ഇത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ദാവീദ് സാഹചര്യങ്ങൾ മുഴുവൻ തനിക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പുറമേ ഉള്ള കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട് അകത്ത് ചില തീരുമാനങ്ങൾ എടുത്തു. അകത്തെ കണ്ടീഷൻ മാറി. പുറത്ത് മരുഭൂമിയാണെങ്കിലും ദാവീദിൻ്റെ അകത്ത് മരുഭൂമിയില്ല. ദാവീദിൻ്റെ അകത്ത് ജീവനുള്ള ദേശത്ത് ദൈവത്തിനായുള്ളൊരു ദാഹം മരുഭൂമിയിൽ, രണ്ടാമത് വെള്ളമില്ലാത്ത ദേശത്ത് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം, പ്രൈസ് ഗോഡ്, ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദൈവത്തിന് സ്തോത്രം കാംക്ഷ. ഇത് രണ്ടുമാണ് മരുഭൂമിയിൽ വെച്ച് ദാവീദിനെ ഭരിച്ചത്. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം, 2-ാം വാക്യം. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ ഇന്ന് ഈ ആലയത്തിൽ വന്ന് ആരാധിക്കാനിരിക്കുന്നവർ നിങ്ങൾ എങ്ങനെ ഇരിക്കണമെന്ന് നമ്മുടെ ദാവീദ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് നിന്റെ ആലയത്തിൽ ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിവിടെ ആരാധനയ്ക്ക് വന്നിട്ട് ദൈവത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ മഹത്വവും എനിക്ക് കാണിച്ചു തരണമെന്ന് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഇരിക്കുവാൻ, പ്രൈസ് ഗോഡ്, ഇന്ന് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? എനിക്ക് ദൈവത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ മഹത്വവും കാണണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ മഹത്വവും കാണണം. ഇന്ന് ഇവിടെ വന്നിട്ട് എനിക്ക് ദൈവത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ മഹത്വം കാണണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഓക്കെ. കാണുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ബലവും കാണിക്കുന്നതിന് 7 ഉദ്ദേശങ്ങളുണ്ട്. ദൈവം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ മഹത്വവും നമ്മെ കാണിക്കുന്നതിന്
ദൈവം 7 ഉദ്ദേശങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ 7 ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ദൈവം തൻ്റെ ബലവും തൻ്റെ മഹത്വവും കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് നമ്മളെ നടത്താനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ്റെ ഉദ്ദേശം നമ്മൾ നിറവേറാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 7 ഉദ്ദേശങ്ങളുണ്ട്, വായിക്കാം. എന്തിനാണ് ദൈവത്തിൻ്റെ ബലവും മഹത്വം നമുക്ക് വെളിപ്പെടുത്തുന്നത്? ആവർത്തന പുസ്തകത്തിലാണ് ഈ 7 ഉദ്ദേശങ്ങൾ കിടക്കുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം. അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രൈമിൽ വെച്ച് നീ കാണെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? 33 വായിച്ച്. ഏതൊരു ജാതിയെങ്കിലും നീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ജീവനോടിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നീ കേട്ടതുപോലെയുള്ള ശബ്ദം കേട്ടിട്ട്, തീയിൽ കൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് വേറെ ഏതെങ്കിലും ജാതി ജീവനോട് ഇരുന്നിട്ടുണ്ടോ? ഇത് ചോദിച്ചിട്ടാണ് പറയുന്നത്. ദൈവം നിന്നോട് സംസാരിച്ചതിന്റെ ശേഷം പറയുകയാണ്, നിങ്ങൾക്ക് വേറെ ആരും സംസാരിച്ചെന്ന് പറഞ്ഞ ശേഷം പറയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രൈമിൽ വെച്ച് നീ കാണെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? ദൈവം ചെന്ന് തനിക്കായിട്ട് നിങ്ങളെപ്പോലൊരു ജാതിയെ അല്ലാതെ വേറെ ഏതെങ്കിലും ജാതിയെ എടുക്കാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. ഒന്നാമത്തെ പർപ്പസ്, ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതിൻ്റെ കാരണം ഞാൻ ചിന്തിക്കണം. ദൈവം എന്നെ സ്നേഹിച്ചു, നമ്മൾ പാട്ടുപാടി, എന്നെ പേർ ചൊല്ലി വിളിച്ചു. ദൈവം പേര് ചൊല്ലി വിളിച്ചത് കൊണ്ടല്ലേ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നത്. അനർത്ഥം വരേണ്ട എത്ര സന്ദർഭങ്ങൾ കടന്നുപോയി, വേദന വരേണ്ട എത്ര സന്ദർഭങ്ങൾ കടന്നുപോയി, നഷ്ടങ്ങൾ വരേണ്ട സന്ദർഭങ്ങൾ കടന്നുപോയി. ആമേൻ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങൾ കടന്നുപോയി, കാലൊടിയേണ്ട സന്ദർഭങ്ങൾ നടന്നുപോയി, കൈ പോകേണ്ട സന്ദർഭങ്ങൾ കടന്നുപോയി, ഹാർട്ട് പോകേണ്ട സന്ദർഭങ്ങൾ കടന്നുപോയി, കാഴ്ച പോകേണ്ട സന്ദർഭങ്ങൾ കടന്നുപോയി, കേൾവി പോകേണ്ട സന്ദർഭങ്ങൾ കടന്നുപോയി. ഇങ്ങനെ പലവിധ നഷ്ടങ്ങൾ എന്നേക്കുമായി സംഭവിക്കേണ്ട സന്ദർഭങ്ങൾ കടന്നുപോയെങ്കിലും എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. എന്നെ പേർ ചൊല്ലി വിളിച്ച് എന്നെ ജീവനുള്ളവരുടെ ദേശത്ത് ഇന്നും സന്തോഷത്തോടെ സമാധാനത്തോടെ നിർത്തി. അതുകൊണ്ടല്ലേ ആരാധിക്കാൻ സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തൊട്ട് നോക്ക്, തട്ടിപ്പോകേണ്ടതായിരുന്നല്ലേ, നശിപ്പിക്കാൻ നോക്കിയില്ലേ? എന്താ കാരണം എന്നറിയാമോ? നീ ദൈവഭാഗത്ത് വരുമെന്ന് ശത്രുവിന് നന്നായിട്ടറിയാം. മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന ആരും യാദൃച്ഛികമായിട്ട് ദൈവഭാഗത്ത് വന്നതല്ല. പ്രൈസ് ഗോഡ്. ഞാൻ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നു. പക്ഷേ യാദൃച്ഛികമായിട്ടല്ല ദൈവഭാഗത്ത് വന്നത്. ദൈവം എന്നെ മുന്നമേ കണ്ടിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം മുന്നമേ കണ്ട ഉദ്ദേശമുള്ള ജീവിതങ്ങളെ നശിപ്പിക്കാനും പിശാച് നോക്കും. ഉദാഹരണം, പ്രൈസ് ഗോഡ്, യേശു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഹെരോദാവ് 2 വയസ്സിൽ താഴെ പ്രായമുള്ള സകല ആൺപ്രജകളെയും, പ്രൈസ് ഗോഡ്, കാമൻ, ഹല്ലേലൂയ, സൈന്യത്തിൽ നിന്ന് ആളുകളെ അയച്ച് കൊല്ലിച്ചു. പ്രൈസ് ഗോഡ്. രാമയിൽ ഒരു ശബ്ദം കേട്ടു, റാഖേൽ ഉറക്ക കരഞ്ഞു. മക്കളില്ലായകയാൽ അവൾ പ്രൈസ് ദി ലോർഡ് ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിനെ കണ്ടെത്താൻ സാധിക്കാതെ പോയപ്പോൾ, അവൻ എവിടെ ജനിച്ചെന്ന് അറിയാതെ പോയപ്പോൾ ഹെരോദാവ് കൽപ്പന കൊടുത്തു. കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു 2 വയസ്സിൽ താഴുള്ളത് എല്ലാം തട്ടിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ദൈവത്തിന് സ്തോത്രം, യേശുവിനെ നശിക്കുവാൻ ഹെരോദാവിൻ്റെ കിങ്കരന്മാർ അവനെ തകർക്കുവാൻ പോകുന്നതിന് മുമ്പ് തന്നെ യോസഫിന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട്, ശിശുവിനെയും കൂട്ടി ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് പോകാം, അവിടെ നീ കുറച്ച് നാൾ താമസിക്ക്, ഞാൻ പിന്നെയും നിന്നെ നസ്രത്തിലേക്ക് മടക്കി വരുത്തുമെന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഹെരോദാവ് തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിലെല്ലാം നടന്ന് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അതിർത്തി കടന്ന് അപ്പുറത്തു പോയി. നിന്റെ വിഷയം അതിർത്തിക്കകത്ത് കിടന്ന് നശിക്കാതിരിക്കത്തക്കവണ്ണം നിന്നെ സൂക്ഷിച്ചില്ലേ, ആയുസ് തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, ശത്രു തകർക്കാൻ നോക്കിയ സ്ഥാനത്ത് ദൈവികമായ കരുതലുകൾ നടത്തിയില്ലേ? പ്രൈസ് ഗോഡ്,
ഹല്ലേലൂയ. ഞാൻ പറയാം, ദൈവത്തിന് എന്നെ കൊണ്ട് ഉദ്ദേശം ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ നിലനിർത്തിയതെന്ന് തോന്നാൻ എത്ര പേരുണ്ട്? കരവിരുത്ത് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. എൻ്റെ മദറോട് ഇരിപ്പുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏതാണ്ട് 2 വയസ്സുള്ളപ്പോൾ ദൈവത്തെ സ്തോത്രം ഇവരെല്ലാവരും കൂടെ പ്രൈസ് ഗോഡ് പളനി പോയി മോളിൽ ചെന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ദൈവത്തെ സ്തോത്രം എന്നെ കാണാനില്ല. ഇവിടേക്കും അവിടെ മുഴുവൻ അന്വേഷണമായി. 1000കണക്കിന് 10000കണക്കിന് ആളുകളുള്ള സ്ഥലത്ത് കാണാനില്ല. അന്വേഷണമായി. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ഒരൊറ്റ ഗേറ്റേ ഉള്ളൂ, പെട്ടെന്ന് അവിടെ ചെന്ന് നിൽക്ക്, അവിടെ ചെന്നാൽ ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. എല്ലാവരും കൂടെ ഓടി അവിടെ വന്ന് നിന്നു. കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു തമിഴൻ കഴുത്തേൽ എന്നെ വെച്ചോണ്ട് ഇറങ്ങി വരുന്ന കണ്ടു, പിടിച്ചു മേടിച്ചതാന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ദൈവം കണ്ടതാണെങ്കിൽ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ദൈവം കണ്ടതാണെങ്കിൽ എടുത്തു കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ശത്രു തൊടുവാൻ സമ്മതിക്കത്തില്ല. ശത്രുവിന്റെ നോട്ടത്തിൽ നിന്ന്, ശത്രുവിന്റെ അധികാരത്തിൽ നിന്ന്, ശത്രുവിന്റെ പിടിയിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിടുവിക്കും. പ്രൈസ് ഗോഡ്. ചിന്തിക്കണം, എന്തിനാണ് എന്നെ വിടുവിച്ചത്? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് എന്നെ വിടുവിച്ചത്? അതിനുശേഷം എനിക്ക് ടൈഫോയിഡ് വന്നു. ഡോക്ടർമാർ പറഞ്ഞു മരിച്ചു പോകും, ഒരിക്കലും രക്ഷപ്പെടത്തില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ രക്ഷപ്പെട്ടു. മലേറിയ വന്നു, ചത്തുപോകുന്ന ഡോക്ടർമാർ പറഞ്ഞു. ആ കാലത്ത് മലേറിയ വന്നവരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചികിത്സ ഇന്നത്തെ പോലെ ഒന്നും ഇല്ലാത്ത സ്ഥാനത്ത് പറഞ്ഞു മരിച്ചു പോകും. അനവധി സന്ദർഭങ്ങൾ അവൻ യേശുവിനെ അറിയുന്നതിന് മുമ്പ് ചത്തുപോകാതെ സൂക്ഷിച്ചെന്തിനാണെന്നറിയാമോ? അറിഞ്ഞ ശേഷം ചിന്തിക്കാൻ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞ ശേഷം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വിടുവിച്ച വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കുക. ചിന്തിക്കണം. അവൻ്റെ ബലമുള്ള കയ്യിൽ നീട്ടിയ ഭുജവും എന്നെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ എന്തിനാണ് ദൈവത്തിൻ്റെ ബലവും മഹത്വവും നമ്മെ കാണിക്കുന്നത്? 1, ചിന്തിക്കാൻ. 2, പ്രൈസ് 5-ാം അധ്യായം 15-ാം വാക്യം. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നുവെന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക. അതുകൊണ്ട് ശബ്ബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. രണ്ടാമത് ദൈവത്തിന്റെ ബലമുള്ള ഭുജവീര്യം നിനക്ക് വെളിപ്പെടുത്തി കിട്ടിയത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു. അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈ കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചെന്ന് ഓർക്ക, എന്നിട്ട് ശബത്താചരിക്ക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ മിസ്രയീമിൽ ഫറവോന്റെ അടിമയായിരുന്നപ്പോൾ നിനക്ക് ഒരു ദിവസം ദൈവത്തെ ആരാധിക്കണമെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ഇന്ന് നീ ഫറവോന് അടിമയല്ല. ഇസ്രായേലേ, നിനക്ക് സ്വന്തം രാജ്യം ലഭിച്ചു. നിനക്ക് സ്വന്തമായ രാജാവുണ്ടായി. നിനക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ദൈവം തന്നു. ഇനി ഒരു കാര്യം ചെയ്യണം. നിന്റെ സ്വന്തമായ കഴിവ്, സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആ കഴിവ് ഉപയോഗിച്ച് ഇസ്രായേലേ 6 ദിവസം നീ വേല ചെയ്തോ. അടിമപ്പണിയല്ല, നിന്റെ സ്വന്തം സ്ഥലത്ത് നീ അധ്വാനിച്ചു. 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കാൻ മാറ്റിവെക്കണം. ഇന്ന് പകൽക്കാലം വെളിപ്പാട് ലഭിച്ചവർക്ക് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആദിപിതാക്കന്മാർ എപ്രകാരം കൂടി വന്നു, അതുപോലെ ദൈവത്തെ ആരാധിക്കാൻ എന്റെ ദൈവസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അന്ന് വേറെ ഒരു പരിപാടിയും ഇല്ലെന്ന്. എന്തിന് ദൈവം നിന്നെ വിടുവിച്ചു? ദൈവത്തെ നീ ആരാധിക്കാൻ. എന്തിന് സൗഖ്യം തന്നു? ദൈവത്തെ ആരാധിക്കാൻ. എങ്ങനെ? നിനക്ക് നേരമുള്ളപ്പോഴല്ല, ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആരാധിക്കാൻ. മനസ്സിലായോ? നമുക്ക് സമയമുള്ളപ്പോഴല്ല, നമുക്ക് നേരമുള്ളപ്പോഴല്ല, നമ്മുടെ സമയത്തിനല്ല, ദൈവത്തിന്റെ സമയത്തിന് ആരാധിക്കാൻ. ദൈവത്തിന്റെ സമയത്തിന് ആരാധിക്കുക എന്ന് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ ദൈവസന്നിധിയിൽ ഇരുന്നവനെ ആരാധിക്കാൻ. ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ. സകലതും ദൈവത്തിന് കൊടുത്ത് ആരാധിക്കാൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ രണ്ടാമത്തെ ഉദ്ദേശം, നിന്നെ ദൈവം വിടുവിച്ചുവെന്ന് ഓർത്ത് ദൈവത്തിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ച് ആരാധിക്കണം. പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ ഉദ്ദേശം 6-ാം അധ്യായം 21-ാം വാക്യം. നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ, ഞങ്ങൾ മിസ്രയീമിൽ ഫറവോന് അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. അടുത്ത വാക്യം കൂടെ. മിസ്രയീമിന്റെയും ഫറവോന്റെയും അവന്റെ സകല കുടുംബത്തിന്റെയും മേൽ ഞങ്ങൾ കാണുകെ യഹോവ മഹത്വം ഉഗ്രവുമായുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. മൂന്നാമത്തെ ഉദ്ദേശം, മക്കളോട് പറയാൻ. ദൈവം എന്നെ വിടുവിച്ചത് എൻ്റെ മക്കൾ അറിയണം. മനസ്സിലായോ?
പ്രൈസ് ഗോഡ്. ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ പറയുക, കഷ്ടതയുടെ പാരമ്യത്തിലിരുന്ന് ദൈവത്തെ വിളിച്ച് അന്വേഷിച്ച് ദൈവം വിടുവിച്ചു. പക്ഷെ മക്കൾക്കത് മനസ്സിലാകുന്നില്ല. മക്കൾ ധാരാളികളായി ധൂർത്തന്മാരായി നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ വലിയ വർത്തമാനം പറയുകയല്ല. നമ്മൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോയത് മക്കൾ മനസ്സിലാക്കി അവർ ഇനി പ്രൈസ് ഗോഡ് ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ചാലും അത് വിട്ട് പെരുമാറാതിരിക്കത്തക്കവണ്ണം തലമുറകളുടെ ഉള്ളിലോട്ട് ഇത് കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തലമുറ അകത്തേക്ക് കൊടുക്കണം. നിനക്ക് വീടുണ്ടായത് എപ്പോഴാണ്, കാറുണ്ടായത് എപ്പോഴാണ്, ആരോഗ്യം ജോലി കിട്ടിയത് എപ്പോഴാണ്, ബാങ്ക് ബാലൻസ് ഉണ്ടായത് എപ്പോഴാണ്, കോടീശ്വരനായത് എപ്പോഴാണ്, ലക്ഷപ്രഭുവായ എപ്പോഴാണ്, 10,000 കയ്യിൽ കൂടെ മറിയാൻ തുടങ്ങിയത് എപ്പോഴാണ്? മക്കൾ മനസ്സിലാക്കണം, എൻ്റെ പപ്പ ദൈവത്തെ അറിഞ്ഞ ദിവസം മുതലാണ് എൻ്റെ കുടുംബത്തിൽ മാറ്റം വന്നത്. അല്ലെങ്കിൽ നശിച്ചു പോകേണ്ട സ്ഥാനത്ത്, തകർന്നു പോകേണ്ട സ്ഥാനത്ത് ആമേൻ ഹല്ലേലൂയ ദൈവം അനുഗ്രഹിച്ചതാണ്. എനിക്കറിയാം, ഒരു കവർ മിൽമ പാല് മേടിച്ച് പിള്ളേർക്ക് കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഫെയ്ത്ത് സിറ്റിയിൽ വന്നപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഒരു കവറല്ല, ഒരു മിൽമയല്ല, ബിരിയാണി മേടിച്ചു കൊടുക്കത്തക്കവണ്ണം, ഐസ്ക്രീം മേടിച്ചു കൊടുക്കത്തക്കവണ്ണം ദൈവം സഹായിച്ചത് മറക്കരുതെന്ന്. അത് നമ്മൾ മറക്കാതിരുന്നാൽ പോരാ, നമ്മുടെ തലമുറയോട് പറയണം. ഞാനൊരു സത്യം പറയാം, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ധരിപ്പിച്ചില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് നഷ്ടമാകും. ഇപ്പൊ തന്നെ ആത്മീയമായി പോയിരിക്കുക. പലർക്കും നിത്യമായി നഷ്ടമാകും തലമുറ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, ദൈവം എൻ്റെ പപ്പയെ എൻ്റെ മമ്മിയെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ആയിരിക്കുന്നത്. ഇന്ന് ചിലർ ബ്രാൻഡഡ് അല്ലാതെ ഒന്നും ഇടത്തില്ല. പ്രൈസ് ഗോഡ്. ഫുട്പാത്തിലുള്ളത് അപ്പം വളർന്നത്. മനസ്സിലായോ? ബ്രാൻഡഡ് ഇട്ടോട്ടെ, സന്തോഷമേ ഉള്ളൂ. ഫുട്പാത്തിൽ ഇടേണ്ട കാലം അല്ലെങ്കിൽ ബ്രാൻഡഡ് ഇട്ടോട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ പപ്പ ഫുട്പാത്തിൽ മേടിച്ച് ഇട്ട് നടന്നിട്ടാണ് എന്നെ വളർത്തിയത്. ഈ ദൈവം സഹായിച്ചത് കൊണ്ടാണെന്ന് ദൈവത്തോട് നന്ദി വേണം, പപ്പയോട് നന്ദി വേണം. ഞാൻ ചുമ്മാ പറയല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ 110 രൂപയ്ക്ക് മേളിലുള്ള ഷർട്ട് ഇടത്തില്ലായിരുന്നു. ഇന്ന് എൻ്റെ മക്കൾ ഇടുന്നത് അതിനോട് 2 പൂജ്യം കൂടി ചേർത്ത് ഇട്ടെന്നിരിക്കും. 1 പൂജ്യം നിശ്ചയമായിട്ടുണ്ട്. ഇപ്പം ഇട്ടേക്കുന്ന ഷർട്ടിന് 1 പൂജ്യം കൂടി ചേർന്നതാണ്. മാറ്റം വരുത്തി, സമ്മതിച്ചു, ദൈവം മാറ്റം വരുത്തി. പക്ഷെ മക്കളറിയണം. മക്കൾ ഞാൻ കട്ടത്തിൽ കൂടെ അപ്പൻ പോയെന്ന് അറിയണം, കുടുംബം കട്ടത്തിൽ കൂടെ പോയിരുന്നു എന്ന് അറിയണം. അല്ലാതെ ധാരാളികളായിട്ട് മക്കളെ വളർത്തിയാൽ ദുഃഖിക്കേണ്ടി വരും. പ്രൈസ് ഗോഡ്. ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ വന്ന ശേഷം ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കാശില്ലാഞ്ഞ കാലത്ത് നിന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ചുമ്മാ ബില്ല് എറിഞ്ഞിട്ട് കൊടുത്തിട്ട്, ബില്ലല്ല ക്രെഡിറ്റ് കാർഡ് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോത്ത കൊണ്ട് ദൈവം മാറ്റം തന്നു. പക്ഷെ മക്കൾ അറിയണം, ഈ മാറ്റം വെറുതെ വന്നതല്ല. സ്വർഗത്തിലെ ദൈവം നമ്മോട് കരുണ കാണിച്ചത് കൊണ്ടാണ് ഈ മാറ്റം വന്നത്. അത് മക്കൾ അറിയണം. ഇവിടെ ചിലരുടെയൊക്കെ പിള്ളേരുടെ ആ ഭാവം കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ലക്ഷങ്ങളൊന്നും അവർക്കൊരു വിലയില്ല. 10,000, 100, 1000-ന്റെ നോട്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പനൊക്കെ 1 രൂപ പണ്ട് കൈകാര്യം ചെയ്തതിന് അത്രയും പോലും വിലയില്ല. ഇന്ന് പിള്ളേർ 1000-ന്റെ നോട്ട് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കരുത്. ദൗർഭാഗ്യകരമാണത്. മക്കൾ വില അറിയണം. പ്രൈസ് ഗോഡ്. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ജിജുവിനെ അങ്ങോട്ട് വിളിച്ചു. ജിജു പെട്ടെന്ന് പ്രൈസ് ഗോഡ് കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്താ നീ കട്ട് ചെയ്യുന്നതിനാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇത് ഇങ്ങോട്ട് വിളിച്ച കാശ, ആ ഫോണിലെടുത്ത കാശാവുന്നു. അവിടെ മൊബൈൽ ഫോണിൽ റിസീവ് ചെയ്യുന്നതിനും കാശാവും. അവൻ്റെ പ്ലാൻ അങ്ങനത്തെയാണ്. വിളിച്ചാൽ അത്ര ആവത്തില്ല, അങ്ങോട്ട് വിളിക്കാമെന്ന്. അതുകൊണ്ട് ഒരു പൈസ, ഒരു പെൻസോ അല്ലെങ്കിൽ ഒരു 10 പൈസയുടെ 20 പൈസയുടെ കാര്യമേ ഉള്ളൂ. പക്ഷെ ഞാൻ വളരെ സന്തോഷിച്ചു. കാരണം വെറുതെ കാശ് കളയാതിരിക്കാൻ ഒരു താല്പര്യമുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ജിവി 3-4 മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും എടുത്തിട്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവൻ്റെ ഡോക്ടറേറ്റിൻ്റെ PhD ഡിഗ്രി മേടിക്കാൻ പോയപ്പോൾ അവൻ ഇട്ടിരുന്ന ഷൂസ് 4 കൊല്ലം മുമ്പ് പ്രൈസ് ഗോഡ് ബ്രോഡ്വേന്ന് മേടിച്ച ഷൂവാ. കാശില്ലാഞ്ഞിട്ടല്ല, പദവിയില്ലാഞ്ഞിട്ടല്ല. 4 മാസ്റ്റേഴ്സ് ഫുൾ മാർക്കോടുകൂടി A/4/4 മേടിച്ച് 5ാമത് PhD മേടിക്കാൻ പോകുമ്പോൾ ഒരു പഴയ ഷൂ. ഞാൻ ചോദിച്ചോടാ, നിനക്ക് ഈ ഷൂസെങ്കിലും ഒന്നും മാറാൻ മേലായിരുന്നു? പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ലെന്ന്. പ്രൈസ് ഗോഡ്. വഴക്ക് പറഞ്ഞെങ്കിലും ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോൾ പോലും ഞങ്ങൾ അവൻ്റെ കബോർഡിൽ നോക്കി. അവന് ഇവിടെ നിന്ന് ആദ്യം പോയപ്പോൾ കൊണ്ടുപോയ ഷർട്ട് തൊട്ട് തൂക്കിയിട്ടുണ്ട്. അത് ഇടുന്നുണ്ട്. നമ്മളെത്ര ഉയർന്നാലും
നിങ്ങളുടെ മക്കൾ വന്ന വഴി മറക്കരുത്. അവൻ്റെ ബലവും അവൻ്റെ മഹത്വവും കാണുന്നെങ്കിൽ ഇന്ന് നീ കോടീശ്വരനായിരിക്കും. പക്ഷെ 10 രൂപ ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് കുഞ്ഞുങ്ങൾ മറക്കരുത്. ഇന്ന് കാറിൽ, എയർ കണ്ടീഷൻഡ് കാറിൽ യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ മറക്കരുത്, എൻ്റെ പിതാവും എൻ്റെ മാതാവും എന്നെയും ചുമന്നുകൊണ്ട് കമ്പിയെ തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്തെന്ന് മറക്കരുത്. പ്രൈവറ്റ് ബസ്സിൻ്റെ കമ്പിയെ തൂങ്ങി ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, 2nd ക്ലാസ് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ ഇടിച്ചു കയറി യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവം ഉയർത്തിയപ്പോൾ ഇന്ന് ഞാൻ ബസ്സിൽ സഞ്ചരിച്ച സമയം മറന്നുപോയി, ഓർമ്മയില്ല. വർഷങ്ങൾ 10, 20, 22 വർഷമായി കാണും ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ട്. മക്കൾ അതുകൊണ്ട് അഹങ്കരിക്കാനിടയാകരുത്. 3ാമത്തെ ഉദ്ദേശം, മക്കൾക്ക് നീ കടന്നു പോകുന്ന വഴികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരഹങ്കാരികളാകരുത്. പ്രൈസ് ഗോഡ്. കുഴപ്പം എന്താണെന്നറിയാമോ? ബർത്തിമായി ഒരു കാലത്ത് എരിഹോയുടെ വഴിയുടെ തീരത്ത് സൈഡിൽ ഇരുന്നു കൊണ്ട് എരന്ന് വളർത്തിയ സ്ഥാനത്ത് യേശു അതിലെ കടന്നു വന്നു. അവന് സൗഖ്യം കൊടുത്തു, അവന് 2 കണ്ണും കാണാൻ സാധിച്ചു, അവൻ ജോലി കിട്ടി, അവൻ പണം സമ്പാദിച്ച് മക്കൾ ഉയർന്ന നിലയിൽ എത്തിക്കഴിയുമ്പോൾ മക്കൾ ഒരു കണ്ണുപൊട്ടനെ കാണുമ്പോൾ പരിഹസിച്ചാൽ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അവർ പരിഹസിക്കത്തില്ല. എപ്പോഴെന്നറിയാമോ? അപ്പൻ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം, മക്കളെ ഞാനും ഒരു കണ്ണുപൊട്ടനായിരുന്നു, ഒരു കാലത്ത് ഞാനൊരു തെണ്ടിയായിരുന്നു, ഒരു കാലത്ത് ഞാനൊരു കണ്ണുപൊട്ടനായിരുന്നു, എന്നാൽ എൻ്റെ യേശു എനിക്ക് സൗഖ്യം തന്നു എന്ന് പറഞ്ഞ് പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണുപൊട്ടനെ അവർ കാണുമ്പോൾ അവർ പറയും, എൻ്റെ അപ്പന് സൗഖ്യം കൊടുത്തൊരു യേശു ഉണ്ട്, നീ അവിടെ ചെന്നാൽ നിനക്ക് സൗഖ്യം കിട്ടും, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. ഞങ്ങളുടെ കുടുംബത്തിന് മാറ്റം വന്നത് അങ്ങനെയാണ്, ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വന്നത് അങ്ങനെയാണ്. അത് മക്കൾ പറഞ്ഞു കൊടുക്കും. മക്കളെ പഠിപ്പിക്കാൻ ജീവിതത്തിൽ കടന്നുപോയ എല്ലാവരും പറയുന്നത് അറിയാം, ഓ ഞങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ ഞങ്ങളുടെ മക്കൾ കഷ്ടപ്പെടണ്ട, ഇത് തന്നെ ഞങ്ങളുടെയും ആഗ്രഹം, എല്ലാവരുടെയും ആഗ്രഹം അതാണ്. പക്ഷെ ഞങ്ങൾ കഷ്ടപ്പെട്ടെന്ന് പിള്ളേർ മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പിള്ളേരെ കഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ ദൈവം നിങ്ങളെ ഉയർത്തിയത് ആമേൻ മക്കൾ മനസ്സിലാക്കണം. സന്തോഷം സ്വതന്ത്രം പറഞ്ഞാട്ടെ, എല്ലാവരും അങ്ങ് വിഷമിച്ചിരിക്കാൻ തോന്നുന്നു. നിങ്ങളൊന്നും കട്ടത്തിലാക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ പടിക്കകത്ത് കയറിയപ്പോൾ, ഈ ഇതിനകത്ത് ആദ്യത്തെ ദിവസം വന്നപ്പോൾ നില എന്തായിരുന്നു എന്ന് നിങ്ങൾ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കൾ മനസ്സിലാക്കണം, നിങ്ങളുടെ തലമുറ മനസ്സിലാക്കണം. യഹോവയുടെ ബലമുള്ള കരം, ബലമുള്ള ഭുജം അതെന്നെ വിടുവിച്ചു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, 6:21. നീ നിന്റെ മകനോട് പറയേണ്ടതെന്നാൽ ഞങ്ങൾ മിസ്രയീമിൽ ഫറവോൻ അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. മിസ്രയീമിന്റെയും ഫറവോന്റെയും അവന്റെ സകല കുടുംബത്തിന്റെയും മേൽ ഞങ്ങൾ കാണുകെ യഹോവ മഹത്വവും ഉഗ്രവുമായുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. എന്നിട്ട് 25-ാം വാക്യം, നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവന്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നു എങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. നാം നീതിയുള്ളവരായിരിക്കും. ദൈവം നടത്തിയ വിധങ്ങളെ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മറക്കരുത്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചതും സഹിച്ചതും അനുഭവിച്ചതും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവർ കണ്ട് വളർന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. പ്രൈസ് ഗോഡ്, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. ഞാൻ ഇന്നും മറന്നിട്ടില്ല, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന ശേഷം എൻ്റെ ഫാദർ FICTയിൽ അനേകം മണിക്കൂറുകൾ കണ്ടിന്യൂസ് 4 ദിവസം 5 ദിവസമൊക്കെ ഓവർ ടൈം ചെയ്താൽ എന്നെ പഠിപ്പിച്ചത്. മറക്കുകയല്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സഹിച്ചത് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെ ഓർപ്പിക്കണം, അവരെ അറിയണം. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തതിൻ്റെ ഒരു ലക്ഷ്യം അതാണ്, നിൻ്റെ മക്കളറിയാൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾ മക്കളോടത് പറഞ്ഞ് മനസ്സിലാക്കണം. ചില നിങ്ങൾക്ക് കണ്ടാലൊന്നും വിടുന്നില്ല, കുറച്ച് ചിലൻ്റെയൊക്കെ ഭാവം കണ്ടാൽ പ്രൈസ് ഗോഡ് ഡയാനയാണെന്ന വിചാരം. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, നീ ഡയാനയൊന്നും അല്ല, നിന്നെ ഇത്രയും ഘട്ടത്തിൽ കൂടെ ഞങ്ങൾ വളർത്തിയതാണ്, ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറയാം, വീട്ടിൽ എത്ര കാശുണ്ടായിരുന്നു പറഞ്ഞാലും ഒരു 20, 30, 40 കൊല്ലത്തിന് മുമ്പ് കൃഷി ഉണ്ടാകും, റബ്ബർ കാണും, എല്ലാം കാണും. പക്ഷെ ഇതെല്ലാം വെച്ച് കാശ് കാണുകയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കാലത്ത് നിന്നാണ് ഇന്ന് മക്കൾ 1000-ന് 2000-ന് നോട്ടെടുത്ത് ഈ ചൂട് വരുമ്പോൾ വീശുന്നത്. അത്രയ്ക്ക് മാറ്റം വന്നു. അതിന് എല്ലാവരും മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ തലമുറ പോക്കാ കേട്ടോ.
ഞാൻ ഇരിക്കുന്ന ഓരോ നിങ്ങൾക്ക് ദൈവ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും തന്നിട്ട് ഞാൻ സമ്മതിച്ചു. വലിയ വീട് തന്നു, വലിയ വാഹനം തന്നു, വലിയ ജോലി തന്നു, വലിയ പഠിപ്പ് തന്നു, വലിയ ആരോഗ്യം തന്നു, എല്ലാം തന്നു, വലിയ പേരും തന്നു. പക്ഷെ മക്കളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ വചനം പറയുന്നു പോക്ക. അതുകൊണ്ട് മക്കളെ കഷ്ടം അറിയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പ്രൈസ് ഗോഡ്. ഒരിക്കലും ഞാൻ പറഞ്ഞു നമ്മൾ കുറേ കാര്യം അവരെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 3:30 വീട്ടിൽ വരണ്ട. സാധാരണ 3:30 ഒരു കോർഡിയൽ ബസ്സുണ്ട്, നേവൽ ബസ്സിൽ നിന്ന് വരിക. അത് കാക്കനാട് റൗണ്ടിന് നിർത്തും. അവിടെ നിന്ന് 3:45 ആകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു ദിവസം 3:45 വീട്ടിൽ വന്നു. വരേണ്ട സ്ഥാനത്ത് 3:35 ആയപ്പോൾ വന്നു പിള്ളേർ. ഞാൻ ചോദിച്ചു എന്താ ഇന്ന് നേരത്തെ വിട്ടോ? അപ്പോൾ അവന്മാർ പറഞ്ഞു നേരത്തെ വിട്ടതല്ല, ഞങ്ങൾ കാക്കനാട്ടിൽ നിന്ന് ഓട്ടോ പിടിച്ച് വന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് വന്നു. കാക്കനാട്ടിൽ നിന്ന് ഓട്ടോ പിടിച്ച് 1 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ. കാലത്തും വൈകുന്നേരം 2 പ്രാവശ്യം നടന്നാൽ മതി. ഈ 2 പ്രാവശ്യവും അവിടെ നിന്ന് ബസ് ഇറങ്ങി ഇവിടം വരെ നടന്ന് വരികയല്ലാതെ ഓട്ടോ പിടിച്ചെങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഓട്ടോയ്ക്ക് വന്ന് 3 രൂപ 4 രൂപയേ ഉള്ളൂ, കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ പിള്ളേരെ വളർന്നാൽ അവർ ദൈവം ആരെന്ന് പിന്നെ ചോദിക്കും. പിള്ളേർക്ക് പൈസയുടെ വില അറിയണം, കഷ്ടത്തിൻ്റെ വില അറിയണം. ഇതെങ്ങ് വെറുതെ ഉണ്ടാകുന്നതല്ല. മരം കുലുക്കി കൊടുക്കുക, പാർവന്മാർ പറയുന്ന പോലെ മരം കുലുക്കി കിട്ടുന്നതല്ലെന്ന് പിള്ളേർ അറിയണം. പ്രൈസ് ഗോഡ്. അത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. നിങ്ങൾ ഏതെങ്കിലും മാതാപിതാക്കൾ ധരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ്. മക്കളെ യാതൊരു ദുഃഖവും അറിയാതെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അത് തെറ്റ്. അവർക്ക് വിലകൾ മനസ്സിലാക്കണം. സാമാന്യമായതും വിശേഷമായതും രമ്യമായതും പുകഴ്ചയായതും സൽകീർത്തിയായതും ചിന്തിച്ചു കൊള്ളുവിനെന്ന് ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നത് അവരെയും കൂടെ ഇതിന് ബാധകമാണ്. മക്കൾ മനസ്സിലാക്കണം, വില മനസ്സിലാക്കണം, കഷ്ടം മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. ഇനി 4ാമത്തെ ഉദ്ദേശം ആവർത്തനം 7:8. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമവീടായ മിസ്രൈമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. 4ാമതൊരു സത്യം മനസ്സിലാക്കണം. എന്നെ സഹായിച്ചത്, എന്നെ വീണ്ടെടുത്തത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മറ്റൊന്നുകൊണ്ടുമല്ല, യഹോവ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. യേശു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, യേശു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അല്ല, നിന്റെ ഒരു ഗുണവും കൊണ്ടല്ല ദൈവം എന്നെ സ്നേഹിച്ചു. ഇത് ഓർത്തോണം, ചിന്തിച്ചോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 4ാമത് ചിന്തിക്കണം, ഞാൻ ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചത് എന്നെ ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ്. ദൈവം സ്നേഹിച്ചതിൻ്റെ പുറകിൽ അവൻ കൃപ തന്നു, ദയ കാണിച്ചു. പക്ഷെ ഞാൻ അർഹിക്കുന്ന അനുഭവത്തിൽ ഒന്നുമല്ലായിരുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ച് താഴോട്ട്. അടുത്ത വാക്യം ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ കൈയോടെ വെച്ചോണ്ടിരിക്കുക. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം. അവൻ തന്നെ സത്യദൈവം. അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. മനസ്സിലായോ? ഇതാണ് 4ാമത്തെ ഉദ്ദേശം. യഹോവ തന്നെ ദൈവം, അവൻ സത്യദൈവം. എത്ര പേർക്ക് ഇന്ന് പറയിക്കാൻ സാധിക്കും? കരമുയർത്തി പറഞ്ഞാട്ടെ, യഹോവ തന്നെ ദൈവം, അവൻ സത്യദൈവം, യേശു തന്നെ ദൈവം, യേശു സത്യദൈവം. ഞാൻ അർഹിക്കാത്ത നന്മകൾ എന്നെ സ്നേഹിക്കൊണ്ട് എൻ്റെ യേശു തന്നതാണ്. അർഹിക്കാത്ത നന്മകളെ എനിക്കേകിയോ ദയാനിധേ. അർഹിക്കാത്ത നന്മകളെ എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. അർഹിക്കാത്ത
നന്മ തന്നില്ലേ? ചോദിക്കാത്തതിനപ്പുറം തന്നില്ലേ? ഇനി 7-ാം അധ്യായം 19-ാം വാക്യം, അടുത്ത ഉദ്ദേശം. നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കേണം. നീ പേടിക്കുന്ന സകല ജാതികളോടും നിന്റെ ദൈവമായ യഹോവ അങ്ങനെ ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത 5-ാമത്തെ ഉദ്ദേശം എന്നറിയാമോ? ബലമുള്ള കരം, നീട്ടിയ ഭുജം. ഇതുകൊണ്ട് നിനക്കെതിരായി നിന്ന ഫറവോനെ ദൈവം കൈകാര്യം ചെയ്തെങ്കിൽ ഇനിയും നിനക്കെതിരായി നിൽക്കുന്നവനെ ദൈവം അതുപോലെ കൈകാര്യം ചെയ്യും. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം വായിക്കുമ്പോൾ ഉറപ്പാ, അത് വായിച്ചു നോക്കിയേ. അത്രയുമല്ല, ശേഷിച്ചിരിക്കുന്നവരും നിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചുകൊള്ളുന്നവരും നശിച്ചു പോകും വരെ നിന്റെ ദൈവമായ യഹോവ അവരുടെ ഇടയിൽ കടന്നലിനെ അയക്കും. പ്രൈസ് ഗോഡ്. നശിച്ചു പോകും വരെ കടന്നലിനെ അയക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് അനുകൂലമായി തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ വൈതലെ, നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന ശത്രുവിനെ തകർത്ത് അവനെ ഓടിക്കത്തക്കവണ്ണം അവൻ നിനക്ക് അനുകൂലമായി നിന്ന് പ്രവർത്തിക്കും. എപ്പോൾ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ ബലമുള്ള കരത്താൽ വിടുവിക്കപ്പെട്ടവനാണെങ്കിൽ, അവന്റെ വീര്യമുള്ള ഭുജത്താൽ വിടുവിക്കപ്പെട്ടവനാണെങ്കിൽ, പ്രൈസ് ഗോഡ്, നിന്നെ തകർക്കാൻ നിൽക്കുന്ന, നിന്നെ നശിപ്പിക്കാൻ വരുന്ന രോഗമായാലും, അത് പ്രൈസ് ഗോഡ് ദാരിദ്ര്യമായാലും, അത് ഏത് ശത്രുവിന്റെ അടവുകളായാലും, പിശാച് കൊണ്ടുവരുന്ന സകലത്തിന്മേലും നിനക്ക് ഇനിയും ജയമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേൽ മക്കളെ വിടുവിച്ച ദൈവം പിശാച് കൊണ്ടുവരുന്ന സകലത്തിന്മേലും, ഫറവോൻ കൊണ്ടുവന്ന സകലത്തിലും വിടുവിച്ചതുപോലെ പിശാച് നിനക്കെതിരായി കൊണ്ടുവരുന്ന സകലത്തിന്മേലും നിനക്ക് ജയം തരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആലോചിച്ച് നോക്കിയാൽ, രോഗം കൊണ്ടുവരുന്നത് ആരാണ്? പിശാചാണ്. നമ്മൾ കഷ്ടം കൊണ്ടുവരുന്നത് പിശാചാണ്. ദാരിദ്ര്യം കൊണ്ടുവരുന്നത് പിശാചാണ്. നിരാശ കൊണ്ടുവരുന്നത് പിശാചാണ്. എന്നാൽ ഇതെല്ലാം കൊണ്ടുവരുന്ന എന്തെല്ലാം പിശാച് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വച്ചാലും, എന്നെ പണ്ട് വിടുവിച്ച ദൈവം, ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ദൈവം ഇവിടെ നിന്ന് വിടുവിക്കും. പ്രൈസ് ഗോഡ്. പക്ഷെ ദൈവം ഇത് കൊണ്ടുവരാതിരിക്കാൻ നോക്കണം കേട്ടോ. ഉള്ളങ്കാൽ മുതൽ തല വരെ യഹോവ ബാധിച്ചാൽ പോക്ക, പിശാച് ബാധിച്ചാൽ പോകും. അവനെ പുറത്താക്കാം. ദൈവം അനുകൂലമാകണം. ജീവിതത്തിൽ ദൈവം പ്രതികൂലമാകാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഒരു കൊച്ചു വിഷയത്തിൽ പോലും ദൈവം പ്രതികൂലമാകരുത്. നിങ്ങളുടെ വീട്ടിലെ വിഷയങ്ങൾ, യാത്രയിലെ വിഷയങ്ങൾ, ജോലിയിലെ വിഷയങ്ങൾ, ബിസിനസ്സിലെ വിഷയങ്ങൾ, ഇതിലെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ദൈവം എനിക്ക് പ്രതികൂലമാകരുത്. ശുശ്രൂഷ ശ്രദ്ധിച്ചോണം, ദൈവം പ്രതികൂലമാകരുത്. ജോലിയിൽ ശ്രദ്ധിക്കണം, ദൈവം പ്രതികൂലമാകരുത്. എപ്പോഴാണ് ദൈവം പ്രതികൂലമാണെന്ന് അറിയാമോ? പ്രൈസ് ഗോഡ്. ബിസിനസ്സുകാരോട് പറയുന്നു, നിന്റെ തൂക്കത്തിൽ തട്ടിപ്പ് കാണിച്ചാൽ ദൈവം പ്രതികൂലമാകും. കള്ളക്കണക്കെഴുതിയാൽ പ്രതികൂലമാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജോലിക്കാരോട് പറയുന്നു, കിട്ടുന്ന ശമ്പളത്തിനൊത്ത് ജോലി ചെയ്തില്ലെങ്കിൽ ദൈവം പ്രതികൂലമാകും. മക്കളോട് പറയുന്നു, അമ്മയും അപ്പനെയും മൂത്തവരെ അനുസരിച്ചില്ലെങ്കിൽ ദൈവം പ്രതികൂലമാകും. അങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ദൈവം നിനക്ക് പ്രതികൂലമാകല്ലേ. ദൈവം അനുകൂലമായിക്കോണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. നിന്റെ ശത്രുക്കളോട് ദൈവം അങ്ങനെ തന്നെ ചെയ്യുമെന്ന് കാണിപ്പാൻ. പ്രൈസ് ഗോഡ്. 6-ാമത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 11-ാം അധ്യായം 12-ാം വാക്യം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ
നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും 11:12 ആണ്ടിന്റെ ആരംഭം 11:2 ആവർത്തനം 11:2 നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ശിക്ഷ, അവന്റെ മഹത്വം, അവന്റെ ബലമുള്ള കൈ, അവന്റെ നീട്ടിയ ഭുജം, അവൻ മിസ്രൈമിന്റെ മധ്യേ മിസ്രൈം രാജാവായ ഫറവോനോടും അവന്റെ സകല ദേശത്തോടും ചെയ്ത അവന്റെ അടയാളങ്ങൾ, അവന്റെ പ്രവൃത്തികൾ, അവൻ മിസ്രൈമ്യരുടെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ. ഇനി 7-ാം വാക്യം വായിച്ചത് ഒത്തിരി ഉണ്ട്, അത് വായിച്ച് 7-ാം വാക്യം വായിച്ചു. യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ. നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ. ഇതിന്റെ ഉദ്ദേശം എന്നാ? അടുത്ത വാക്യത്തിലുണ്ട്, ആകയാൽ നിങ്ങൾ ബലപ്പെടുവാൻ നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നുപോകുന്ന ദേശം ചെന്നടക്കുവാനും മതി. പ്രൈസ് ഗോഡ്. അപ്പോൾ 6-ാമത്തെ ഉദ്ദേശം, ദൈവം മഹത്വമുള്ള ഭുജം, ബലമുള്ള ഭുജം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മൾ ബലപ്പെടാൻ. പ്രൈസ് ഗോഡ്. ഇന്ന് പകല് ദൈവത്തിന്റെ പ്രവർത്തി കണ്ട് ബലപ്പെട്ടവർക്ക് ഒരു ബലമുള്ള സ്തോത്രം പറയാമോ? ഒരെണ്ണം കൂടെ പറയാമോ? നഷ്ടമില്ലെന്നേ. 2-3 പറ. പ്രൈസ് ഗോഡ്. 2-3 പറയാൻ വേണ്ടപ്പോൾ നിർത്തിയോ? ഹല്ലേലൂയ. പിന്നെ നമ്മൾ കുറെ ബലപ്പെടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം 6-ാമത്തെ ഉദ്ദേശം, ഞാനും നിങ്ങളും ബലപ്പെടുവാൻ. 7-ാമത്തെ ഉദ്ദേശം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 26-ാം അധ്യായം ആവർത്തനം 26 അതിൻ്റെ 8-ാം വാക്യം. യഹോവ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യഹോവ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതെല്ലാം അവസാനത്തെ ഉദ്ദേശം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. 26-ന്റെ 11-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്കും നിന്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീയും ലേവ്യനും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം. സന്തോഷിക്കുവാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം എന്നെ വിടുവിച്ചത് ഞാൻ സന്തോഷിക്കുവാനാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ദൈവം എന്നെ വിടുവിച്ചത് സന്തോഷിക്കാനാണെന്ന് മനസ്സിലാക്കി അവനെ ആരാധിക്കണം. പ്രൈസ് ഗോഡ്. ആരാധനയ്ക്ക് വരുമ്പോൾ കരച്ചിലും പിടിച്ചിലും വേണ്ട. കാരണം ഇന്നെൻ്റെ ആർപ്പിൻ്റെ ദിവസമാണ്. ഇന്ന് യെരിഹോ വീഴുന്ന ദിവസമാണ്. കഴിഞ്ഞ 6 ദിവസം ഞാൻ ചുറ്റി നടന്നിട്ട് ഒന്നും നടക്കാതിരുന്ന സ്ഥാനത്ത് ഈ 7-ാം ദിവസം യെരിഹോ വീഴുന്ന ദിവസമാണ്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദിവസമാണ്. അവന് 7 ഉദ്ദേശങ്ങൾ ദൈവത്തിന്റെ ബലമുള്ള കരം കൊണ്ട് നിന്നെ വിടുവിച്ചത്. ഞാൻ ദൈവത്തിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ആലയത്തിൽ നോക്കിയിരിക്കുന്നു. ഇന്ന് പകൽ നീ ആലയത്തിൽ നോക്കിയിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തിന്റെ ബലം കാണാൻ, ദൈവത്തിന്റെ മഹത്വം കാണാൻ. വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവനെ അത് കാണിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, നിന്റെ ബലം കാണിക്കണമേ, ഭുജവീര്യം കാണിക്കണമേ, പ്രത്യക്ഷമായ അടയാളങ്ങൾ കാണിക്കണമേ, പ്രത്യക്ഷമായ വിടുതലുകൾ കാണിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തടുത്തു വച്ചിരിക്കുന്ന ഫറവോന്യ ശക്തികളുടെ മേൽ ഇന്ന് പകൽക്കാലം കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകളും ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ സഹായിക്കണമേ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞ 2-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. സങ്കീർത്തനം 63:2. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ഇതിപ്പോ നമ്മുടെ കാര്യമാണ് കേട്ടോ. ദാവീദിന്റെ അങ്ങ് വിട്. നിന്റെ ബലവും നിന്റെ മഹത്വവും കാണേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. എത്ര പേര് നോക്കിയിരിക്കുന്നുണ്ട്? നിന്റെ ബലവും നിന്റെ മഹത്വവും കാണേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം അത് കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ യേശുവിൻ്റെ മഹത്വവും ബലവും എനിക്ക് കാണണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴിൽ രക്ഷിക്കപ്പെടാൻ വേറെ ഒരു നാമവുമില്ല. മനുഷ്യരുടെയിൽ ദൈവം നൽകപ്പെട്ട വേറെ, ഭൂമിക്ക് മീതെ ആകാശത്തിന് കീഴെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് രക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ ഈ സഭയിൽ ആരാധനയ്ക്ക് ആദ്യമായി വന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളിവിടെ വന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു രക്ഷയുടെ ദിവസമായി മാറണം. ഇരിക്കുന്നവരെല്ലാം അത് അനുഭവിച്ചതാണ്. ഒരു സംശയവുമില്ലാതെ
അത് അവർ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരും. അതുകൊണ്ട് ഇന്ന് പകല് ഞങ്ങളുടെ വന്നത് ഒരു വലിയ വിടുതലിൻ്റെ ദിവസമായി മാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്കിന്ന് ആ വിടുതൽ ആവശ്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ, നല്ല മനസ്സുള്ളവർ, ആമേൻ, എല്ലാവരും തലകളും വണങ്ങട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ, വലത്തുകരം ഉയർത്തിയാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഈ കരം ഉയർത്തിയവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ഗോഡ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഈ എഴുന്നേൽക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്നൊരു വിടുതലിൻ്റെ ദിവസമാകണം, ഒരു സൗഖ്യത്തിൻ്റെ ദിവസമാകണം, ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകണം, ദൈവത്തിൻ്റെ ബലമുള്ള ഭുജം, കരം വെളിപ്പെടുന്ന ദിവസമാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകല് ആമേൻ എഴുന്നേറ്റ് നിൽക്കുന്ന മുമ്പോട്ട് വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥിച്ച് വിടുതലോടെ നിങ്ങൾ മടങ്ങിപ്പോകണം, സൗഖ്യത്തോടെ മടങ്ങിപ്പോകണം, അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകണം. അതിന് സർവശക്തനായ ദൈവം, ഞങ്ങളെ സഹായിച്ച ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ. മുമ്പോട്ട് വന്നാട്ടെ. പ്രൈസ് ഗോഡ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അത്ഭുതമുള്ള കരം ചലിക്കണം. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ നീട്ടിയ ഭുജം ചലിക്കണം, ബലമുള്ള കരം ചലിക്കണം, അതിന് തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കണം. പ്രൈസ് ഗോഡ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്നൊരു അത്ഭുതത്തിൻ്റെ ദിവസമാകട്ടെ, ഇന്നൊരു വിടുതലിൻ്റെ ദിവസമാകട്ടെ, ഇന്നൊരു സൗഖ്യത്തിൻ്റെ ദിവസമാകട്ടെ, ഇന്നൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. മറ്റൊരുത്തരും രക്ഷയില്ല. അവൻ ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന വേറെ ഒരു നാമവും ഇല്ല. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഉടബാലറബ ഷഖബാരറബ അന്തുല ജമനെ ദലഗല ഹസ്തന ജബര ദലമ. ഇനി ആരെങ്കിലും അവൻ ഇരിപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റ് വരാ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിൻ്റെ ബലം വെളിപ്പെടുന്ന ദിവസമാകട്ടെ, ദൈവത്തിൻ്റെ ഭുജം വെളിപ്പെടുന്ന ദിവസമാകട്ടെ. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് അവൻ സ്വാതന്ത്ര്യത്തിലേക്കും സൗഖ്യത്തിലേക്കും ദൈവം നടത്തിയ ദിവസമാകട്ടെ. പ്രൈസ് ഗോഡ്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് ഇവരോട് കൂടെ വന്ന് മുമ്പും മുട്ടുകുത്താൻ. ലേലം വിളിക്കാൻ എനിക്ക് നേരമില്ല, ശുശ്രൂഷകൾ ഇനിയും തുടരാനുണ്ട്. അതുകൊണ്ട് ഒരു ചാൻസ് കൂടെ. താല്പര്യമുള്ള ആരെങ്കിലും അതിഥികളായി വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് വന്ന് മുട്ടുകുത്താം. ദൈവം നിങ്ങളെ സഹായിക്കുന്ന ദിവസമാകട്ടെ. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ ഇപ്പോൾ എന്നോടുകൂടെ ഉറക്കെ ചൊല്ലണം. കർത്താവായിരിക്കുന്ന യേശുവേ, ഉറക്കെ ചൊല്ലണം. കർത്താവായിരിക്കുന്ന യേശുവേ, ഉറക്കെ ഇത്രയൊന്നുമല്ലോ വെച്ചാ. കർത്താവായിരിക്കുന്ന യേശുവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയൻ അടുത്തു വരുന്നു. ഇന്ന് പകല് ഞാൻ കേട്ട ദൈവവചനം എന്നെ സഹായിക്കണമേ. ഞാൻ ആയിരിക്കുന്ന കഷ്ടത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, പ്രതികൂലത്തിൽ നിന്ന് യേശുവേ എന്നെ വിടിയിക്കണമേ. മറ്റാരിലും രക്ഷയില്ല, ഒരുത്തനിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട യേശുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ കർത്താവ്. അടിയനെ സമർപ്പിക്കുന്നു. ഇന്ന് എന്നെ സഹായിക്കണമേ, എന്നെ വിടുവിക്കണമേ. എന്നെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, ഒരു വിടുതലിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ബി ഹീൽ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബി ഹീൽ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബി ഹീൽ ഇൻ ദി നെയിം ഓഫ് ലോർഡ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള പോരാട്ടങ്ങൾ ശാന്തിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള വിടുതൽ നടക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കുടുംബമായി ആയിരിക്കുന്ന വലിയ പ്രതികൂലങ്ങളുടെ മധ്യ വിടുതലുകൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കഴിഞ്ഞ 4.5 വർഷമായിട്ട് മാവിന് ഭാരപ്പെട്ടിരുന്ന വിഷയത്തിന്റെ വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. അല്ലെങ്കിൽ 4 വശത്തുനിന്നും വളഞ്ഞു നിന്ന് അവൻ ഹാലിനെ പോരാടിക്കൊണ്ടിരിക്കുന്ന 6 വർഷമായി പോരാടിക്കൊണ്ടിരുന്ന വിഷയങ്ങളുടെ പുറത്ത് യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യങ്ങളും വിടുതലുകളും നടക്കട്ടെ കർത്താവേ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കർത്താവേ, എനിക്ക് ദൈവം ചെയ്ത നന്മകളെ ഞാൻ ഓർക്കുന്നു. 7 ഉദ്ദേശത്തിന് വേണ്ടിയാണ് എന്നെ വിടുവിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ആ ഉദ്ദേശത്തിന് ഒത്തവണ്ണം എന്നെ സമർപ്പിക്കുമെന്ന് തീരുമാനിക്കുന്ന ഫെയ്ത്ത് സിറ്റിയിലെ വിശ്വാസികൾ കരമുയർത്തിയാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 7 ഉദ്ദേശങ്ങൾ ഞാൻ വ്യക്തമായി പറഞ്ഞു. ആ 7 ഉദ്ദേശങ്ങൾ
ദൈവം എന്നെ വിടുവിച്ചതിൻ്റെ പുറകിലുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് ജീവിക്കും. കർത്താവെ സഹായിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ കരമുയർത്തിരിക്കുന്ന നിൻ്റെ മക്കളുടെ മേൽ 7 ഉദ്ദേശങ്ങളും നിറവേറ്റത്തക്കവണ്ണം താല്പര്യപ്പെടുമ്പോൾ നീ അതിന് സഹായിക്കണമേ. തടസ്സമായി നിൽക്കുന്ന എല്ലാ കെട്ടുകളും അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, താമിന് പോരുകൾ മാറട്ടെ. ദൈവത്തിൻ്റെ ഭുജം ഇനി എവിടെയെങ്കിലും വെളിപ്പെടാനുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ കരങ്ങളിലേക്ക് ഇവരെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ബലമുള്ള കരം, ബലമുള്ള കരം, ബലമുള്ള കരം, വിടുവിക്കുന്ന കരം, മിസ്രൈമിൽ വെളിപ്പെട്ട കരം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. അഴിയട്ടെ, 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 അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ കർത്താവേ, ഉടവര ഹതുര ജബന ദഗര അർദല ജമനക ദൻബല ഹസ്ത അർമ രൗദ ജബല ദലഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടൽ 2ആയി മാറുന്ന അനുഭവം, യോർദാൻ 2ആയി മാറുന്ന അനുഭവം, എരിഹോ ഇടിയുന്ന അനുഭവം, അവൻ സീഹോനും ഓഗും കാൽക്കീഴാകുന്ന അനുഭവം, വചനത്തിൽ എഴുതിയിരിക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജനത്തിന് വേണ്ടി വ്യാപരിക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. ആമേൻ, പ്രൈസ് ഗോഡ്. അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ചർച്ചിൻ്റെ പ്രൈസ് ഗോഡ് ശുശ്രൂഷകളുടെ എല്ലാത്തിനും ഒരു വ്യത്യാസം വരാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഫേസ് സിറ്റി ചർച്ചിൻ്റെ ഹൗസ് ചർച്ച് കൺസെപ്റ്റിനകത്ത് മാറ്റം വരുത്താൻ പോകുകയാണ്. ഒന്ന്